ഈ ധ്യാനത്തിന്റെ അവസരത്തില് കുട്ടികളെല്ലാവരും മുൻപിലേക്ക് വന്നിരിക്കണം. ബാക്കി മുതിർന്നവർക്ക് ഇരിക്കാനുള്ളതാണ്. കസേരകള് ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖങ്ങളുണ്ട് തീർച്ചയായും ഇരിക്കാം. പക്ഷെ ബാക്കി കുട്ടികളെല്ലാവരും മുൻപിലേക്ക് വരിക, മുൻപിൽ വന്നിരിക്കുന്നതാണ് അതിനുള്ള ഇടയാണ് കിട്ടിയിരിക്കുന്നത്.
ദേശീയ ധ്യാനത്തിന്റെ അവസരത്തിൽ നമുക്ക് ആത്മാർത്ഥയോടെ പ്രാർത്ഥിക്കാം. ഇതൊരു കുടുംബ ധ്യാനമായിട്ട് നടത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എലോഹ്യം ഇന്നത്തെ സൺഡേ സ്കൂളിൻ്റെയൊക്കെ അർത്ഥമതായത് എൻ്റെ കർത്താവേ എന്നുള്ളൊരു വഴി. അപ്പൊ നമ്മളെല്ലാവരും കൂടെ ഇവിടെ ധ്യാനത്തിലേക്ക് പോകാൻ വന്നിരിക്കുന്നവർ ആരും നമ്മളെക്കാളും മെച്ചപ്പെട്ടവരോ അല്ലെങ്കിൽ നമ്മളെക്കാളും സാമ്പത്തികപരമായിട്ടോ ഭൗതികപരമായിട്ടൊന്നും ഒത്തിരി ഉള്ളവരൊന്നുമല്ല. സാധാരണ മനുഷ്യരാണ്. ഈ കോവിഡ് കാലത്ത് അവരുടെ ജീവിതങ്ങളിലൂടെ സഞ്ചരിച്ചവനാണ് ഞാൻ. എല്ലാവരും തന്നെ എൻ്റെ ഇടവകയിലുള്ളതാണ്. രജി മാത്രമേ എനിക്ക് അറിയത്തില്ലാത്തതുകൊണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരെയും ഞാൻ അറിയുന്നവരാണ്. അതെല്ലാവരും അവർക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ വരാൻ എല്ലാവരും എത്തിയിട്ടില്ല. ഇന്നിപ്പോൾ 4 പേരെ ഇവിടെ വന്നിട്ടുള്ളൂ. ഇനി 2 പേര് വരാനിരിക്കുന്നത് തന്നെ. അതുപോലെ തന്നെ ബാക്കി വരാനിരിക്കുന്നവരെല്ലാം എനിക്ക് വളരെ അടുത്ത് പരിചയമുള്ളവരാണ്. ഈ കോവിഡ് കാലത്ത് അവരെയൊക്കെ പഠിപ്പിച്ച് ഒരുക്കി പല അവസരങ്ങളിലൂടെ ഒരുക്കിയത് കൊണ്ടാണ് അവർ ഇങ്ങനെയൊക്കെ ആയത്. അപ്പൊ നമ്മളൊന്ന് ഓർക്കണം, ഈ ആധ്യാത്മികമായ വളർച്ച ഒരു ദിവസം കൊണ്ടല്ല. എന്റെ കർത്താവെ എന്ന് വിളിക്കുവാനുള്ള ഒരു അനുഗ്രഹം നമുക്ക് വേണം. നമുക്കത് മേടിച്ചെടുക്കണം, അല്ലാതെ വേറെ എന്ത് മേടിച്ചെടുത്തിട്ടും കാര്യമില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ ഈസ്റ്ററിന് മുമ്പ് ഇത് ഒരുക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ദീപികാരന്റെ പ്രദക്ഷിണം വരുന്നത്, ഇതെല്ലാം അടുത്തടുത്ത പ്രോഗ്രാം ഇതായിട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. എന്തൊരു അനുഗ്രഹം ആ ദീപികാരന്റെ പ്രദക്ഷിണം. ഈ രൂപതയുടെ ചരിത്രത്തിൽ ആദ്യം, നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈശോ നമുക്ക് അങ്ങനെ ആ രീതിയിലൂടെ നമ്മുടെ ഇടയിലൂടെ കടന്നു വരിക. അപ്പൊ അങ്ങനെ ഈശോ കടന്നു വരുമ്പോൾ ഈശോയെ 11-ാം തീയതി സ്വീകരിക്കുവാൻ നമ്മളൊരു ധ്യാനത്തിലൂടെ, കുംഭസാരത്തിലൂടെ, കുർബാനയിലൂടെ, ഉദാസകളിലൂടെ നമ്മൾ ഒരുങ്ങുകയാണ്. അപ്പൊ ആ ഒരു ഒരുക്കമാണ് ഈ ധ്യാനത്തിലൂടെ ഉദ്ദേശിക്കുക. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഇവർ വന്നിരിക്കുന്നവരെ ബൈബിളൊക്കെ പറയുമ്പോൾ ആ ബൈബിൾ എടുത്ത് വായിക്കുവാൻ തയ്യാറായിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങളെടുത്ത് വായിക്കുകയൊക്കെ ചെയ്യണം. ഇവരെല്ലാം ബൈബിളിനെ കുറിച്ച് അത്യാവശ്യം ബൈബിൾ ക്ലാസ്സുകളൊക്കെ പഠിപ്പിച്ചിരിക്കുന്നവരാണ്. അപ്പൊ അതൊക്കെ അവർ പറയും ബൈബിൾ വാക്യങ്ങൾ. അപ്പൊ ബൈബിൾ വാക്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു കൊടുക്കുക, അതിനോട് താല്പര്യമൊക്കെ കാണിക്കുക. ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ വന്നിരിക്കുന്നത് ജോണി ചിറ്റടിയാണ്. കല്ലുപാലത്തിൽ നിന്ന് ജോണി ചിറ്റടി. നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് പരിചയം ഒന്നിരിക്കുകയല്ല. ജോണി ചിറ്റടി നമുക്ക് ഒരുപക്ഷെ വ്യക്തിപരമായിട്ട് അറിയില്ലായിരിക്കാം. പക്ഷെ അദ്ദേഹമാണ് പണ്ട് മണിയാശാൻ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ, 1, 2, 3 അങ്ങനെയുള്ള അവസരങ്ങളില് അതിലൊരാളായി വലിയ ആളാകേണ്ട മരിക്കേണ്ടിയിരുന്നയാളാണ്. കോൺഗ്രസ് വിഭാഗത്തിലൂടെ ശക്തമായിട്ട് ജീവിക്കുകയും അവിടുത്തെ അറിയപ്പെടുന്ന ഒരു വലിയ നേതാവ് ഗുണ്ട എന്ന രീതിയിലൊക്കെ ജീവിച്ചയാളാണ്. കൂടുതലായ കാര്യങ്ങൾ കൊണ്ട് തന്നെ വെളിപ്പെടുത്തും. അന്ന് ആകസ്മികമായിട്ടാണ് ദേവി അഞ്ചേരി ദേവി മരണപ്പെടുന്നത്. സാധാരണ ഏറ്റവും മുൻപിലായ ജോലിയാണ് ഉണ്ടാവാറുള്ളത്. എന്നാൽ അന്നൊരു ദിവസം ആ സമയത്ത് മാത്രം അങ്ങനെ പറ്റിയത് കൊണ്ടാണ് പുള്ളി വെടിയേറ്റ് മരിക്കപ്പെടാതെ നമ്മുടെ കൂട്ടത്തിലുള്ളത്. അതിനുശേഷമാണ് ഇന്നും സത്യത്തിന്റെ വചനങ്ങളിലൂടെ സാക്ഷ്യപ്പെടുത്തിയപ്പോഴും മറ്റെല്ലാ സാക്ഷികളും കൂറുമാറിയപ്പോഴും ജോലി മാത്രം കൂറുമാറിയില്ല. കൃത്യമായിട്ട് പറഞ്ഞു ഇത് ഇന്ന ആൾക്കാരാണെന്നത്. അപ്പൊ അതുകൊണ്ടാണ് കേസ് ഇന്നും നിലനിൽക്കുന്നത്. പക്ഷെ രാഷ്ട്രീയപരമായ ഇൻഫ്ലുവൻസ് കൊണ്ടും മറ്റുമൊക്കെ വിധികളൊക്കെ വ്യത്യസ്തമായിട്ട് വന്നു എന്നിരിക്കാം. പക്ഷെ സത്യത്തിന് വേണ്ടി ജീവിച്ചു. രണ്ടാമതായി നമ്മളോടൊപ്പമുള്ള സണ്ണി പെട്രോളില്ല ഒത്തിരിയധികം കഷ്ടപ്പാടുകളിലൊക്കെ ജീവിച്ചൊരു വ്യക്തിയാണ്. ഏറ്റവും താഴെ കൊണ്ട് ഭാവിയിലെല്ലാം വന്നുകൊള്ളും. ഒരു കുടുംബനാഥനാണ്. ഒത്തിരി കഷ്ടപ്പാടുകളുണ്ട്, അനുഭവങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടും ദൈവവചനം പങ്കിടുന്നതിനോ തന്റെ അനുഭവങ്ങൾ പങ്കിടുന്നതിനോ അദ്ദേഹത്തിന് യാതൊരു പ്രയാസവുമില്ല. അതുപോലെ തന്നെയാണ് റോബിൻ. പാലാർ ഇടവകയിൽ നിന്ന് വന്നിട്ടുള്ള ആളാണ്. റോബിനെ വളരെ കൃത്യമായിട്ട് ഞാൻ അറിഞ്ഞത് റോബിന് പെട്രോൾ ബാങ്കിലെ പെട്രോളൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന ജോലികളാണ്. അപ്പം അത് നിങ്ങൾക്കറിയാമല്ലോ. അത്രയും തുച്ഛമായ ശമ്പളം മാത്രമേ ഉള്ളൂ. എങ്കിലും ദൈവവചനം പറയുന്നതിൽ നിന്ന് റോബിന് ഒരു മടിയില്ല. എവിടെയൊക്കെ ഞാൻ ഇന്നത്തെ ഒരു ധ്യാനമാണ്, നീ ഒന്ന് പോകണം എന്ന് പറഞ്ഞാൽ ഓടിപ്പോകും. അല്ല, ഇന്നൊരു പരിപാടിയുണ്ട്, മാതാവിന്റെ ഒരു പ്രദർശനമുണ്ട്, നീ എന്റെ കൂടെ വന്നേക്കണം, റോബിനുണ്ടാവും ആ സ്കൂട്ടറുമായിട്ട്. അപ്പൊ അങ്ങനെ എല്ലാ രീതിയിലും ദൈവവചനം അത് ഒത്തിരി വളരെ ഉള്ളിലാണ് വീട്. അവന്റെ വീട്ടിൽ ആദ്യം ഞാൻ പോയത് എങ്ങനെയാണെന്നറിയാം, കോവിഡ് കാലം. അവനും അവന്റെ ഭാര്യയ്ക്കും മക്കൾക്കും കോവിഡ് ആണെന്ന് അറിഞ്ഞപ്പോ അവൻ എന്നെ വിളിച്ചു പറഞ്ഞ, അച്ഛാ എനിക്ക് ആരുമില്ല, എനിക്കൊരു സാധനങ്ങളുപരിയായി ദൈവസ്നേഹമില്ല. ഞാൻ പറഞ്ഞു, ഞാൻ കുറച്ച് കഴിയുമ്പോൾ അച്ഛാ എനിക്ക് കോവിഡാണ്, അതുകൊണ്ടാണ് ഞാൻ വരുന്നത്. അവന്റെ വീട്ടിൽ പോയി മക്കളുടെ അവൻ പറയും, അവന്റെ വീട്ടിൽ പോയി മക്കളുടെ ഒക്കെ കഴുത്ത് നിന്ന് അടുപ്പിച്ച് നിർത്തി എല്ലാവരുടെയും ദേഹത്ത് സ്പർശിച്ച് കോവിഡ് ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞിട്ടും പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ. പക്ഷെ എനിക്ക് കോവിഡ് പിടിച്ചെങ്കിലും എനിക്കറിയില്ല, എനിക്ക് ഇന്ന് ശക്തിയുണ്ട് ജീവിക്കാൻ. അതുപോലെ തന്നെ പാട്ടുകാരനായി എത്തിയിരിക്കുന്നതാണ് രജി. കട്ടപ്പനയിൽ നിന്നാണ് വരുന്നത്. അദ്ദേഹം ആദ്യമായിട്ടാണ് ഈ പ്രദേശങ്ങളിലേക്കൊക്കെ വന്നത്.
കഷ്ടപ്പാടുകളൊന്നും അവർക്ക് പ്രശ്നമല്ല. കാരണം അവരെല്ലാം കഷ്ടപ്പാടുകളോടെ ജീവിച്ച് വളർന്നവരാണ്. ഇനി നമ്മളോട് വരുവാനുള്ളത് ബൈജു ഉണ്ട്. നിങ്ങളുടെ നിന്ന് ബൈജു ഒരു വർക്ക്ഷോപ്പ് നടത്തുന്നയാളാണ്. ജീപ്പിന്റെ വർക്ക്ഷോപ്പ് നടത്തുന്നയാളാണ്. ക്രൈസ്തവ വിശ്വാസത്തിലൂടെ ജീവിച്ച് വളർന്ന് കുടുംബത്തില് യാതൊരു രീതിയിൽ ക്രൈസ്തവ വിശ്വാസം ഇല്ലാതിരുന്ന ബൈജു ദൈവത്തെ അടുത്തറിഞ്ഞപ്പോൾ ബൈജു ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചു. അതിനുശേഷം പ്രാർത്ഥനയ്ക്കും പ്രാർത്ഥനയ്ക്കും അതുപോലുള്ള കാര്യങ്ങൾക്കും എത്ര സമയം ചെലവഴിച്ചാലും ബൈജു ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്തും. അതാണ് ബൈജുവിന്റെ ജീവിതം. പിന്നെ നമ്മളോടൊപ്പം വരാനുള്ളത് ലിയോ ആണ്. ലിയോ ഉടനെ തന്നെ എത്തുമായിരിക്കും. എന്നോട് വിളിച്ചിരുന്നു കുറച്ചു മുമ്പ് വരെ. അദ്ദേഹം അതുപോലെ അക്രൈസ്തവരായിട്ട് ജീവിച്ചു വളർന്നു വന്ന ഒരു വ്യക്തി. ഇന്ന് ഷെക്കീന ടിവിയിലെ ചാനൽ ഈ പ്രദേശങ്ങളിലുള്ള വീഡിയോസ് സാദൃശ്യങ്ങളും കാര്യങ്ങളും എടുത്ത് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ലിയോയും ഞാനുമായിട്ട് വർഷങ്ങളായിട്ടുള്ള പരിചയമാണ്. അദ്ദേഹത്തിന് ഇതുപോലെ ഒത്തിരി കഷ്ടതകളും വേദനകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും. അപ്പൊ ഞാൻ ഇവരെയൊക്കെ ഇവിടെ കൊണ്ടുവരാനുള്ള കാരണം നമ്മൾക്കൊക്കെ ഒരു വെല്ലുവിളിയാണ്. വേട്ടാമ്പാറ എല്ലാം സുഭിക്ഷമാണ്, ഞങ്ങൾക്കെല്ലാം ഉണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹങ്ങൾ ഒത്തിരി പേരെങ്കിലും ഉണ്ട്. പക്ഷെ ഒന്ന് അറിയണം, നമ്മുടെ മുന്നും ഞാൻ ഇന്ന് കുട്ടികളോട് പറഞ്ഞതുപോലെ സഭ ഇന്ന് ഒത്തിരി പീഡനങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. പീഡനങ്ങളിലൂടെ പറഞ്ഞപ്പോൾ കഴിഞ്ഞു ഇപ്പൊ തന്നെ നിങ്ങൾ ന്യൂസിൽ കേട്ട് കാണും. ജബൽപൂർ രൂപതയിലെ പല വൈദികർക്കും ഘോരമായ മർദ്ദനങ്ങളേറ്റു. അവര് ആശുപത്രികളൊക്കെ ആയിരുന്നു. രൂപതയിലെ ബിഷപ്പ് ഹൗസിലെ വൈദികരെയാണ് മർദ്ദിച്ചത്. അവിടെ ഒരു പ്രദർശനം നടത്തിയോ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നറിഞ്ഞപ്പോൾ ഇവരവിടെ ചെന്നപ്പോൾ യാതൊരു മടിയുമില്ലാതെ പോലീസുകാരുടെ മുന്നിലിട്ട് സ്ത്രീകളടക്കമുള്ള ആൾക്കാർ ജയ് ശ്രീരാം വിളിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മർദ്ദിച്ചു. അതാണ് ഇന്നത്തെ ലോകം. ഇതിനധികം നമ്മുടെ ഈ നാട്ടിലെ കോതമംഗലത്ത് തന്നെ നമ്മുടെ ബിഷപ്പ് 36 വർഷക്കാലം നമുക്ക് വേണ്ടി ഉദാശകൾ ചെയ്ത് ഈ ഇടവകയാക്കി ഈ വേട്ടാമ്പാറ പള്ളിയെ ഈ ഒരു പള്ളിയാക്കി മാറ്റുവാൻ സഹായിച്ചിരുന്ന പുല്ലക്കോട്ട് പിതാവ്. ആ പിതാവിനെതിരായിട്ട് കേസെടുക്കണമെങ്കിൽ എന്ത് കിരാതമായ നിയമമാണ് നോക്കുന്നത്. അപ്പൊ അതായത് രാജാക്കന്മാരായിരുന്നവർ അവർ ഒരാളെടുത്ത് തീരുമാനമായിരുന്നു. അങ്ങനെ രാജാക്കന്മാർ വാണിടുന്ന ആ കാലത്ത് രാജമാർഗിയിലൂടെ സഞ്ചരിക്കുവാൻ അനുവാദം കൊടുത്ത് ഇവിടെ നിന്ന് മൂന്നാർ വരെ ഒരു പള്ളിക്ക് സുഗമമായി പോകാവുന്ന ഒരു നല്ല നേർവഴി പാത ഉണ്ടായിരുന്നത് അടച്ചുപൂട്ടി. അതിന് തൊട്ടടുത്ത് വരെ ഞാൻ സഞ്ചരിച്ചിട്ടുള്ളതാണ്. മാതമംഗലം വരെ ഞങ്ങള് ഒരു പ്രാവശ്യം ദുബായ് നവീകരണ പ്രദർശന ഇടുക്കി രൂപത മുഴുവൻ കോവിഡ് കാലത്ത് നടത്തിയപ്പോ. അപ്പൊ അന്നൊക്കെ ഓർമ്മ നോക്കുക, അത് ആ വഴി നല്ലൊരു വഴിയാണ്. പക്ഷെ യാതൊരു അപകടവുമില്ല. അതിലൂടെയാണ് നമ്മളെ അനുവദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇന്ന് കേസുകൾ എടുത്തിരിക്കുന്നത്. അത് ഒരു ക്രൈസ്തവനായിരിക്കുന്ന ഒരാളാണ് പിതാവിനെതിരായിട്ട് കേസെടുക്കുക. എന്തൊരു കിരാതമാണെന്ന് നോക്കുക. അപ്പൊ അങ്ങനെ ഇനി എന്തിനധികം നമ്മുടെ വേട്ടാമ്പാറയിൽ അഭിമാനിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ പാറമട ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കർഷക യൂണിയൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ടാർപ്പാൻ ഉണ്ടായിരുന്നു. ഇതൊന്നും ആരും എന്റെ മേലെ ഇരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നതുകൊണ്ടാണ് ഇതിന്ന് ഒന്ന് ശക്തമായിട്ട് പ്രവർത്തിക്കാറുള്ളത്. കഴിഞ്ഞ വർഷങ്ങളിൽ ഈ ഒരു വർഷം എത്ര ആൾക്കാർ ആശുപത്രിയിൽ പോയിരുന്നു എന്ന് ചിന്തിച്ചു നോക്കുക. വളരെ കുറച്ചു പേരെ പോയുള്ളൂ. 3 വർഷക്കാലം മുമ്പ് കൃഷ്ണ യൂണിയൻ ഉണ്ടായിരുന്നപ്പോൾ 2.5 കിലോമീറ്ററോളം അതിന്റെ പൊടികൾ പറക്കും. അതുകൊണ്ട് പല ആൾക്കാർക്ക് ശ്വാസമുട്ടലും രോഗങ്ങളും വന്ന് പലരും ആശുപത്രികളിലായി. അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നിട്ടും നമ്മളാരും മിണ്ടാതിരുന്നു. അതല്ല, വചനങ്ങളിലൂടെ സംസാരിക്കുവാൻ നമുക്ക് സാധിക്കണം. നല്ല വാക്കുകൾ പറയാൻ. ഇതിനാരുമായിട്ട് വഴക്കുണ്ടാക്കിയോ അടിയുണ്ടാക്കുകയോ അക്രമസക്തമായ കാര്യങ്ങളിലൂടെ അല്ല, സത്യത്തിലൂടെ സമാധാനത്തിലൂടെ സംസാരിക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് ഈ ധ്യാനത്തിൽ നമ്മൾ ഉദ്ദേശിക്കുക. ഈ ധ്യാനത്തിലെ വിശ്വാസോത്സവത്തിന് ഞാൻ പറഞ്ഞതുപോലെ എല്ലോഹിം എന്റെ കർത്താവേ എന്ന് വിളിക്കുവാൻ നമ്മളെ ഒരുക്കുന്ന ഒരു ധ്യാനം, നമ്മുടെ കുടുംബങ്ങളുടെ ഒരു ധ്യാനം. നമുക്കെല്ലാവർക്കും ബൈബിൾ വായിക്കുക, ബൈബിൾ പഠിക്കുക. ഞാൻ ആ എല്ലാ വീടുകളിലെ കുടുംബങ്ങളും ഒരുപാട് ചോദിക്കാറുണ്ട്, എന്താണ് ഇന്നത്തെ പ്രസംഗത്തിൽ പറഞ്ഞത്, അല്ലെ എന്താണ് കാര്യങ്ങൾ. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ല എന്തെങ്കിലും കേട്ട് മറന്നു പോകുന്നവരായിട്ട് തീർന്നു കഴിഞ്ഞാൽ നമ്മൾ മൃഗങ്ങളെ പോലെ ആയിരിക്കുള്ളൂ. അപ്പൊ അതൊന്ന് കേട്ടിരിക്കുക, മനസ്സിലാക്കുക, പറയാൻ പഠിക്കുക. അപ്പൊ അത് ആ രീതിയിലാകണം. അത് എന്തെങ്കിലും പറയാനില്ല, ബൈബിളിനെ കുറിച്ച് നമ്മൾ പറയണം. അതാണ് സത്യവചനം. അപ്പൊ ആ വചനത്തെ അറിയുക, പഠിക്കുക. സാധാരണക്കാരായ രീതിയിലുള്ള സാധാരണ ഭാഷയിൽ നിങ്ങളോട് സംസാരിക്കാൻ ഇവരെയൊക്കെ കൊണ്ടുവന്നു. ഒത്തിരി വലിയ സാഹിത്യമൊന്നും അറിയാവുന്നതല്ല, ബൈബിളൊക്കെ അവർ പഠിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ രീതിയിലുള്ള ഈ ധ്യാനത്തിന്റെ അവസരത്തിൽ ധ്യാനിപ്പിക്കുവാനും അനുഭവങ്ങൾ പങ്കിടുവാനും വന്നിരിക്കുന്ന എല്ലാവർക്കും നമുക്ക് പ്രാർത്ഥന ആശംസകൾ നേരാം. അവരുടെ
വായിൽ നിന്ന് വരുന്ന ഓരോ വചനങ്ങളും ദൈവവചനങ്ങളായി തീരുവാൻ, അതുപോലെ തന്നെ നമുക്ക് അവ അനുഭവവേദ്യമായി തീരുവാൻ, കുടുംബത്തിൽ അല്പമെങ്കിലും മാറ്റങ്ങൾ വരുത്തുവാൻ, നമ്മളായിരിക്കുന്ന അവസ്ഥയിലല്ല കുറച്ചുകൂടെ ദൈവത്തോട് അടുക്കുന്ന വ്യക്തികളായി തീരുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഇന്നും നാളെയും സാധാരണ പോലെയുള്ള ടൈം ടേബിളാണ്. അതിനുശേഷം ശനിയാഴ്ചത്തെ ടൈം ടേബിൾ ഞാൻ നാളെ പറയുന്നതായിരിക്കും. 4 മുതൽ 5 വരെയാണ് ശനിയാഴ്ച കുമ്പസാരിക്കുവാനുള്ള സമയം. ആ 1 മണിക്കൂർ സമയമേ ഉള്ളൂ. അച്ഛന്മാർ ധാരാളം പേര് വരുന്നതാണ്. അപ്പൊ അവരെയൊക്കെ അത് എല്ലാവരും കൃത്യമായിട്ട് കുമ്പസാരിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കണം എന്നപേക്ഷിക്കുന്നു.
ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പാപമൂലം അകന്നുപോയ ഞങ്ങൾ അനുഭവിക്കുന്ന ദൈവത്തിന്റെ തിരുസന്നിധിയിലാണെങ്കിലും എളിമയോടും ഹൃദയവിശുദ്ധിയോടും കൂടെ പാപപരിഹാരത്തിന്റെയും കൃതജ്ഞതയുടെയും ഈ ബലിയർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും.
സഹോദരരെ, വിശുദ്ധ പൗലോസ് തീമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ കർത്താവെ ആശ്രയിക്കുന്നു. ഇക്കാര്യങ്ങൾ നമ്മുടെ സഹോദരരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ നീ യേശുക്രിസ്തുവിന്റെ നല്ല ശുശ്രൂഷകനായിരിക്കും. വിശ്വാസത്തിന്റെ വചനങ്ങളാലും നീ ഇതുവരെ അനുവർത്തിച്ചു പോന്ന നല്ല വിശ്വാസ സംഹിതയാലും പരിപോഷിപ്പിക്കപ്പെട്ട ശുശ്രൂഷകൻ. ലൗകികവും അർത്ഥശൂന്യവുമായ കെട്ടുകഥകൾ നീ തീർത്തു അവഗണിക്കുക. ദൈവഭക്തിയിൽ പരിശീലനം നേടുക. ശാരീരികമായ പരിശീലനം കൊണ്ട് കുറച്ച് പ്രയോജനമുണ്ട്, എന്നാൽ ആത്മീയത എല്ലാ വിധത്തിലും വിലയുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ അത് ഈ ജീവിതത്തെയും വരാനിരിക്കുന്ന ജീവിതത്തെയും സംബന്ധിക്കുന്ന വാഗ്ദാനങ്ങൾ ഉൾക്കൊള്ളുന്നു. വചനം വിശ്വാസയോഗ്യവും തികച്ചും സ്വീകാര്യവുമാണ്. ഈ ലക്ഷ്യത്തെ മുൻനിർത്തിയാണ് നാം അധ്വാനിക്കുന്നതും പോരാടുന്നതും. എല്ലാ മനുഷ്യരുടെയും വിശിഷ്യ വിശ്വാസികളുടെയും രക്ഷകനായി ജീവിക്കുന്ന ദൈവത്തിലാണ് നാം പ്രത്യേകിച്ചിരിക്കുന്നത്. അവർ വിജാതികൾക്ക് ഏൽപ്പിക്കപ്പെടും. അവർ അവനെ പരിഹസിക്കുകയും അപമാനിക്കുകയും അവന്റെ മേൽ നിൽക്കുകയും ചെയ്യും. അവർ അവനെ പ്രഹരിക്കുകയും വധിക്കുകയും ചെയ്യും. എന്നാൽ 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേൽക്കും. ഇക്കാര്യങ്ങളൊന്നും അവർ ഗ്രഹിച്ചില്ല. ഈ പറഞ്ഞതിന്റെ പൊരുൾ അവരിൽ നിന്ന് മറിക്കപ്പെട്ടിരുന്നു. അവൻ സംസാരിച്ചവ അവർ മനസ്സിലാക്കിയതുമില്ല. ലോകത്തിന്റെ പാവങ്ങൾക്ക് ഞങ്ങളുടെ മറ്റുള്ളവരുടെ പാവങ്ങൾ പരിഹാരം എത്തിക്കാൻ ആവശ്യത്തിലാക്കണമെന്ന് യാചിക്കുന്നു.
സാത്താനെ പരാജയപ്പെടുത്തി ഞങ്ങൾക്ക് മാതൃകയുമാണ് നൽകിയ മിശിഹായെ ലോകനാളിൽ അതിജീവിക്കാനുള്ള ശക്തരാകണമെന്ന് യാചിക്കുന്നു. കർത്താവായ മിശിഹായെ നിന്റെ കൃപയാൽ എല്ലാവരും രക്ഷിക്കുന്നതിന്റെ ശാന്തി സമാധാനങ്ങൾ വർദ്ധിക്കുകയും ചെയ്യണമെന്ന് യാചിക്കുന്നു. സകല ജീവിതവും യോജിച്ചുകൊണ്ട് ആത്മവിശുദ്ധീകരണത്തിനായി സദയകാരപൂർവ്വം കടാക്ഷിക്കണമേ. കുരിശുകൾ സന്തോഷത്തോടെ വഹിച്ചുകൊണ്ട് നിന്റെ പരിജീവിതത്തിൽ പരിപാടികളെ ശക്തരാക്കണമേ. യഥാർത്ഥമായ പ്രാർത്ഥന ചൈതന്യവും സഹോദര സ്നേഹവും ആത്മവിദ്യാഗവും പുലർത്തി നോക്കാതെ ഫലദായകമാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സകലത്തിന്റെയും നാഥായ ദൈവം. കർത്താവേ സ്തുതിക്കണമേ. സഹോദരങ്ങളെ വിദ്യാസർവ്വത സ്വീകരിക്കുകയും ചെയ്യും. ദൃശ്യവുമായ സകല വിപത്തുകളിൽ നിന്ന് സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങനെ മുൻപാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും ദയാപൂർവം യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും വന്നു ചേർന്ന് ഞങ്ങളെ അംഗമായ വേദപ്പെടുത്തുന്ന നീതികളുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവൻ അങ്ങേപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. Yeah.
സമാധാനം നമ്മോടുകൂടെ ശിഷ്യന്മാരും മുദ്രപുരുത്തന്മാരും മുദ്രമാലമാരോടഭിലാക്കന്മാർ പുരോഗമാസം പുരുഷന്മാരെയും ബ്രഹ്മചാരികളുടെ ഇങ്ങനെയുണ്ട് ഞങ്ങളുടെ മാതാപിതാക്കന്മാർ പുത്രപുത്രന്മാർ സഹോദരിമാരോരോ ചന്ദ്രനെ പ്രാർത്ഥിക്കുന്നു. വിശ്വാസമായ എല്ലാ സമാധാനങ്ങളെയും സത്യവിശ്വാസത്തോടെ മരിച്ചയിലേക്ക് വരവിട്ട് എല്ലാവരെയും സ്മരിക്കുകയും വിശ്വാസത്തിന്റെ ഇതിലെ ജീവനും കാരണമാണ്. സമാധാനം സമർത്ഥമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൂടെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനമോടും ഇപ്പോഴും സ്തുതിഗീതങ്ങൾ പാടുന്നു.
കേൾക്കുവാനും പ്രാർത്ഥിക്കുവാനും ആത്മീയപരമായ വളർച്ചയ്ക്കും വേണ്ടി നമുക്ക് ഒരുങ്ങാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗ്ഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. പ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളെല്ലാം ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങളും അനുഗ്രഹങ്ങളും മാന്യങ്ങളും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനമോടും സർവ്വേശ്വരനായ ദൈവമേ, സർവ്വത്രിക സഭയുടെ പിതാവുതലമായ പരിശുദ്ധാത്മാവായ വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവുതലമായ വേണ്ടിയും ഞങ്ങളുടെ പിതാവിനും പിതാധ്യക്ഷന്മാരും വേണ്ടിയും പുരോഹിതന്മാർ, സന്യാസിമാർ, സമർപ്പിതർ, ആത്മീയ പ്രേക്ഷിതർ, നേതാക്കൾ, മേലധികാരികൾ, വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവനും വേണ്ടിയും ഈ കുർബാനയിൽ സ്വീകരിക്കണമേ. പിതാക്കന്മാരുടെയും സ്ത്രീയന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനും സന്നിധിയിൽ പ്രീതിജനകമാകുന്ന നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി ഈ കുർബാനയിൽ സ്വീകരിക്കണമേ. മനുഷ്യരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ നാമത്തിൽ മരിച്ചുപോയ എല്ലാ മനുഷ്യർക്കും വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെയും പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിനു വേണ്ടി ഞങ്ങളുടെ എല്ലാ ദിവസത്തെ ധ്യാനത്തിനു വേണ്ടിയും ഞങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടിയും അയോഗ്യരായ ഞങ്ങൾക്ക് വേണ്ടിയും ഈ കുർബാനയിൽ സ്വീകരിക്കണമേ. ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നമ്മൾ വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ വിശുദ്ധ ശരീരങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. വിശുദ്ധ സജീവവും ജീവദായകമായ പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സിദ്ധാന്തങ്ങളും എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധി ഞങ്ങളെ പഠിപ്പിച്ചുവെന്നെല്ലാം മനുഷ്യരുടെ വലിയ കർത്താവേ, ഞങ്ങളെല്ലാവരും രക്ഷകനുമായ ശംസിഹായുടെ അനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ദാനത്തിന്റെയും പുണ്യവും വൈവിധ്യജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും ശ്രദ്ധിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. സമാധാനമോടുകൂടെ കർത്താവേ, പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. ദാസരുടെ കുർബാനയിലൂടെ ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇതികളുടെ പ്രവർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മനുഷ്യരുടെ മേലുള്ള വലിയ പ്രയാസത്തിനെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗ്ഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, എല്ലാവരുടെ ഭക്തിയും സ്നേഹവുമായ രക്ഷാപ്രതിയും ക്ഷമയും പ്രവർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരങ്ങളാൽ അമൂല്യങ്ങൾ രക്ഷപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾക്ക് ഈ കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകമായ നാമത്തിനാൽ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും
ഞങ്ങളുടെ ആവശ്യമായി നിരന്തരനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നമ്മെ ജീവിതത്തിൽ ആവശ്യം പാപനം അവിടുത്തെ കാരണത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. സഹോദരൻ തന്നെ വസിക്കുന്നവരെ സ്വീകരിക്കുന്ന പരിശുദ്ധനെ സ്വീകരിക്കുകയും
സമീപിച്ച് വേദങ്ങളെ നമുക്ക് സമർപ്പിക്കാം. സമാധാനം നമ്മോടുകൂടെ. രക്ഷയുടെ അനുഭവം പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. വചനത്തിന്റെ പാതയിൽ ചലിക്കുവാൻ നമുക്ക് ആവശ്യമായ പ്രകാശം അവിടുന്ന് നൽകട്ടെ. തിരുശരീരങ്ങൾ സ്വീകരിച്ച് വിശദീകരണമായി നമ്മെ സ്വർഗരാജ്യത്തിലെ നിത്യവിരുന്നിൽ അവിടുന്ന് പങ്കുകാരാകട്ടെ. നമ്മുടെയും ലോകം മുഴുവന്റെയും തിരുസഭയുടെയും നമ്മുടെ സന്താനങ്ങളുടെയും മേൽ കർത്താവിന്റെ കൃപയും അനുഗ്രഹവും വർഷിക്കട്ടെ. കർത്താവിന്റെ കുരിശിന്റെ സജീവമായ നിങ്ങൾ എല്ലാവരും മുതിർന്നവരും എല്ലാ വിപത്തുകളിൽ നിന്ന് സംരക്ഷിതരുമാകട്ടെ. ഇപ്പോഴും എന്നേക്കും. ജൂബിലി സമാധാന പ്രാർത്ഥന. കർത്താവേ, എല്ലാം അങ്ങയുടെ സമാധാനത്തിന്റെ ഉപകരണമാകണമേ. വിദ്വേഷങ്ങളുടെ സ്നേഹവും ദ്രോഹങ്ങളുടെ ക്ഷമയും സന്ദേഹങ്ങളുടെ വിശ്വാസവും നിരാശയുടെ പ്രത്യാശയും അന്ധകാരങ്ങളുടെ പ്രകാശവും സന്താപങ്ങളുടെ സന്തോഷവും ഞാൻ വിതയ്ക്കട്ടെ. ഓ ദിവ്യനാഥ, ആശ്വസിപ്പിക്കപ്പെടുന്നതിനേക്കാൾ ആശ്വസിപ്പിക്കുന്നതിനും മനസ്സിലാക്കപ്പെടുന്നതിനേക്കാൾ മനസ്സിലാക്കുന്നതിനും സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ സ്നേഹിക്കുന്നതിനും എനിക്കിടയാകണമേ. എന്നാൽ കൊടുക്കുമ്പോഴാണ് ഞങ്ങൾ കൽപ്പിക്കുന്നത്, ക്ഷമിക്കുമ്പോഴാണ് ഞങ്ങൾ ക്ഷമിക്കപ്പെടുന്നത്, മരിക്കുമ്പോഴാണ് ഞങ്ങൾ നിത്യജീവിതത്തിലേക്ക് ജനിക്കുന്നത്. ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങളിലും സഭയിലും ലോകം മുഴുവനിലും അങ്ങയുടെ സ്നേഹവും സമാധാനവും നൽകണമേ. ഈ ലോക ജീവിതാന്തത്തിൽ ഞങ്ങളെ നിത്യസമാധാനത്തിൽ അർഹരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഈ ദിവസങ്ങളിലെ ധ്യാനത്തിന് വേണ്ടി ഉപയോഗിക്കുവാനുള്ള പുസ്തകങ്ങളാണിത്. പാഠപുസ്തകങ്ങൾ വളരെ ലളിതമായ പാട്ടുകളൊക്കെയാണ്. അപ്പോൾ അതെല്ലാം അവരാണ് പ്രിന്റ് ചെയ്ത് കൊണ്ടുവന്നത്. അവ നമുക്ക് ഉപയോഗിക്കുവാൻ വേണ്ടി തരുന്നതാണ്. എല്ലാവരും കൂടെ പാട്ടുകളൊക്കെ പാടാൻ വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യും. ഒരു കൂട്ടക്കളമാണ് പാഠം.